അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫ ദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിലെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ദുൽഹജ്ജ് 9-ാമത്തെ ദിവസം, യൗമു അറഫ, അറഫ ദിനം. ആ അറഫ ദിനത്തിൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോൾ ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പനുഷ്ഠിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ അറഫ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ രേഖപ്പെടുത്തി വെച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കേണ്ട ദിവസമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആ ദിവസത്തിൽ തന്നെ പ്രത്യേകമായ ശ്രേഷ്ഠമായ ഒരു നോമ്പുമുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, അറഫ ദിനത്തിലെ നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൗമ അറഫ, അറഫയിലെ നോമ്പിനെക്കുറിച്ച് അവിടുന്ന് ചോദിച്ചപ്പോൾ, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു വർഷത്തെ പാപം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അള്ളാഹു അത് ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നമ്മുടെ ചെറിയതായ മുഴുവൻ പാപങ്ങളും നമുക്ക് പുറത്തു തരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അറഫ ദിനത്തിലെ നോമ്പ് എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വലിയ പ്രാധാന്യമർഹിക്കുന്ന പ്രബലമായ സുന്നത്ത് കർമ്മത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ധാരാളം ആരാധനകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ ആ ദിവസങ്ങളിലും നാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. دعاة للهدى دنيا ودينا على منهاج خير المرسلين وبالحسنى نشق سبيل رشد إلى جنات رب العالمين.